ഹലോ, ഇന്നിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനുള്ള വകയുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് സോഫ്റ്റാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിത് ഒരു 4 ശർക്കരയിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ചെയ്തെടുക്കാനായിട്ട്. എല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതേ ഇല ഒന്ന് ഇതുപോലെ അങ്ങ് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ കോണായിട്ടൊന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇലയൊക്കെ നിങ്ങളുടെ ഷേപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങ് മടക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നമ്മളിതേ മുകളിലോട്ട് വന്നിട്ടുള്ള ബാക്കി ഭാഗം കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങയും അരിച്ചെടുത്തത് ഇവിടെ നന്നായിട്ട് അങ്ങ് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടി ഉണ്ടാവുമല്ലോ, നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ളത്, അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിലോട്ട് തന്നെ 1 സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുക. മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തടിച്ചിട്ടുള്ളതാണ്, അതുകൂടെ ചേർക്കാം. പിന്നെ ഒരല്പം ഏലക്കായ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരിപ്പൊടി പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അല്പസമയം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണിയാനായിട്ട് വെക്കുക. പിന്നെ ഇത് തണിഞ്ഞു വരുമ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇലയിലോട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇലയുടെ ഒരു മുകൾ വശം വരെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇല മുഴുവനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് കുത്തനെ അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് ആവിത്തട്ടിൽ ഒഴിച്ചിട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളിത് ആവിയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. കാരണം എല്ലാം നമ്മളങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ അരിപ്പൊടിയൊക്കെ. അപ്പോൾ അല്പസമയം വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാം കേട്ടോ. കാരണം ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ തണിഞ്ഞിട്ട് കഴിക്കുമ്പോഴല്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്നൊന്ന് അങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഇല മാറ്റിയിട്ടൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ ഇല മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത്. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കുത്തനെ വെച്ചുകൊണ്ടാണ് കേട്ടോ അടിവശം ഇങ്ങനെ വളഞ്ഞിരിക്കണേ. കറക്റ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ അത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശരിക്കും ഒരു ക്യാരറ്റ് പോലൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.